കഴിഞ്ഞ തവണ യൂറോ ഫൈനലിൽ സ്വന്തം മൈതാനത്ത് ഇറ്റലിയോട് കീഴടങ്ങിയ ഇംഗ്ലണ്ട് മുതൽ ഖത്തർ ലോകകപ്പിൽ അർജന്റീനയോട് പൊരുതി വീണ ഫ്രാൻസിന്റെ വരെ ഒരേ ഒരു സ്വപ്നം യൂറോ കപ്പ്. ആ യൂറോ കപ്പിന്റെ ആവേശ തുടക്കത്തിൽ സ്കോട്ട്ലൻഡിനെ ചാരമാക്കി ജർമ്മനി. 1-5 ഗോളുകൾക്കാണ് ജർമ്മനിയുടെ ജയം. സ്വന്തം മണ്ണിൽ 4ാം യൂറോ കപ്പ് സ്വപ്നം കണ്ടിറങ്ങിയ ജർമ്മൻ പടയാളികൾ എല്ലാ എതിരാളികൾക്കും മുന്നറിയിപ്പ് നൽകുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഉദ്ഘാടന മത്സരത്തിൽ വമ്പൻ ജയം സ്വന്തമാക്കിയതോടെ ചരിത്ര റെക്കോർഡിലേക്കാണ് ജർമ്മനി എത്തിയത്. യൂറോ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന റെക്കോർഡോടെയാണ് ജർമ്മനിയുടെ യുവ പോരാളികൾ ബൂട്ടഴിച്ചത്. ജർമ്മനിയുടെ സർവാധിപത്യം കണ്ട മത്സരത്തിൽ ഫ്ലോറിയൻസ് വേർട്സ്, ജമാൽ മുസിയാല, കൈ ഹാവേർട്സ്, നിക്ലാസ് ഫുൾക്രൂഗ്, എംറെ ഖാൻ എന്നിവരാണ് ജർമ്മനിക്കായി വല കുലുക്കിയത്. ആന്റോണിയോ റൂഡിഗറിന്റെ സെൽഫ് ഗോളാണ് സ്കോട്ട്ലൻഡ് സ്കോർ ബോർഡിൽ ഒരു ഗോൾ ചേർത്തത്. അല്ലായിരുന്നെങ്കിൽ എതിരില്ലാത്ത 5 ഗോളിന്റെ തോൽവിയോടെ സ്കോട്ട്ലൻഡിന് ഇതിലും വലിയ നാണക്കേട് നേരിടേണ്ടി വരുമായിരുന്നു. 3-4-3 ഫോർമേഷനിൽ ഇറങ്ങിയ സ്കോട്ട്ലൻഡിനെ 4-2-3-1 എന്ന ഫോർമേഷനിലാണ് ജർമ്മനി നേരിട്ടത്. തുടക്കം മുതൽ ജർമ്മനിയുടെ കടന്നാക്രമണമാണ് കണ്ടത്. 10ാം മിനിറ്റിൽ ഫ്ലോറിയൻസ് വേർട്സ് ആണ് ജർമ്മനിയുടെ അക്കൗണ്ട് തുറന്നത്. ടോണി ക്രൂസ് നൽകിയ 30 മീറ്റർ ദൂരത്ത് നിന്നുള്ള ക്രോസ് പിടിച്ചെടുത്ത് ജോഷുവ കിമ്മിച്ച് നൽകിയ പാസിലാണ് 21-കാരനായ വിറ്റ്സിന്റെ ഗോൾ നേട്ടം. ഇതോടെ യൂറോ കപ്പിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ ജർമ്മൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ വിറ്റ്സിനായി. സ്കോട്ട്ലൻഡിനെ സമ്മർദ്ദത്തിലാക്കി കടന്നാക്രമണ മുന്നേറ്റം നടത്തിയ ജർമ്മനി 19ാം മിനിറ്റിൽ ലീഡ് ഉയർത്തി. സ്കോട്ട്ലൻഡ് പ്രതിരോധ കോട്ട പൊളിച്ചു നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ഇടതുവശത്ത് ഹാവേർട്സിന് പന്തെത്തിച്ചു. ഹാവേർട്സ് നൽകിയ പാസിൽ നിന്ന് ജമാൽ മുസിയാല പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. ആദ്യ പകുതിക്ക് തൊട്ട് മുമ്പ് ജർമ്മനിക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. സ്കോട്ട്ലൻഡ് സെന്റർ ബാക്ക് താരം റയാൽ പോർട്ടിയസ് ഇൽക്കെ ഗുണ്ടക്കിനെ ഫൗൾ ചെയ്തതിനാണ് ജർമ്മനിക്ക് അനുകൂലമായ പെനാൽറ്റി ലഭിച്ചത്. വാറിലൂടെയാണ് പെനാൽറ്റി വിധിച്ചത്. ഈ ഫൗളിൽ പോർട്ടിയസിന് റെഡ് കാർഡ് ലഭിച്ചതോടെ 44ാം മിനിറ്റിൽ സ്കോട്ട്ലൻഡ് 10 പേരായി ചുരുങ്ങി. കിക്കെടുത്ത കായ് ഹാവേർട്സ് പന്ത് വലയിലെത്തിച്ചതോടെ ആദ്യ പകുതിയിൽ എതിരില്ലാത്ത 3 ഗോളിന് ജർമ്മനി മുന്നിൽ. ആദ്യ പകുതിയിൽ 65% പന്തടക്കത്തിൽ മുന്നിട്ട് നിന്ന ജർമ്മനി 6 ഗോൾ ശ്രമങ്ങളാണ് നടത്തിയത്. 2ാം പകുതിയിലൂടെ തുടക്ക സമയത്ത് മികച്ച പ്രത്യാക്രമണം സ്കോട്ട്ലൻഡ് നടത്തി. എന്നാൽ ഈ പോരാട്ട വീര്യത്തിന് വലിയ ആയുസ് ഉണ്ടായില്ല. 68ാം മിനിറ്റിൽ ജർമ്മനി 4ാം ഗോൾ അക്കൗണ്ടിൽ ചേർത്തു. ഹാവേർട്സിന് പകരക്കാരനായി എത്തിയ നിക്ലാസ് ഫുൾക്രൂഗാണ് ജർമ്മനിക്കായി 4ാം ഗോൾ നേടിയത്. 76ാം മിനിറ്റിൽ ജർമ്മനി ലക്ഷ്യം കണ്ടെങ്കിലും ഇത് ഓഫ് സൈഡായി. വലിയ നാണക്കേടിലേക്ക് പോകുമായിരുന്ന സ്കോട്ട്ലൻഡിന് 87ാം മിനിറ്റിൽ അക്കൗണ്ട് തുറക്കാനായി. ജർമ്മൻ താരം റൂഡിഗറിന്റെ പിഴവിൽ സെൽഫ് ഗോളിലൂടെയാണ് സ്കോട്ട്ലൻഡ് ഗോൾ നേടിയത്. എന്നാൽ അവസാന സമയത്ത് എംറെ ഖാനിലൂടെ ജർമ്മനി ഗോൾ നേട്ടം 5 ആക്കി മാറ്റി. ഗ്രൂപ്പ് എയിൽ കളിക്കുന്ന ജർമ്മനി ആദ്യ മത്സരത്തിൽ തന്നെ കരുത്തുകാട്ടി പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. മികച്ച യുവനിര ജർമ്മനിക്ക് കരുത്തു പകരുന്നു.